ആന, കരടി, സിംഹം, കാട്ടുപന്നി, ചെന്നായ്ക്കൾ ഇതിന്റെ ഇടയ്ക്കല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് തെമ്മല പഞ്ചായത്തിൽ നിന്ന് ഈ തമ്പല പഞ്ചായത്തിൽ നിന്ന് 160 കുടുംബം ഇവിടുന്ന് പോയിരിക്കുന്നു മൃഗശല്യം കാരണം. അപ്പൊ അതുപോലെ ഇനി ഞങ്ങളുടെ തലമുറകളും പോകും. കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് ജി നാഗരാജന്റെ നേതൃത്വത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ സൂചകമായി കഞ്ഞിവെപ്പ് സമരം നടത്തി. തെന്മലയിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് 50ഓളം കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ കഞ്ഞിവെപ്പ് സമരം നടത്തിയത്. ഞങ്ങളുടെ ജലനിരപ്പിന് വേണ്ടിയാണ് ഈ കുടിവെള്ളം. ഇന്ന് ഇവിടെ വന്ന് കഞ്ഞി വെക്കണമെങ്കിൽ 10-20 വർഷത്തിന് മുമ്പ് ഈ ഫോട്ടോ എടുത്ത് വേൾഡ് വരെ അറിഞ്ഞ സംഭവം ഇവിടെ കുടിവെള്ളം എന്നുള്ളത്. ആ വാർഡിന് ഇംഗ്ലീഷ് ചാനൽ ഉൾപ്പെടെ, ഇന്ത്യ ടുഡേ ഉൾപ്പെടെ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുള്ള സംഭവം. ലാസ്റ്റിലാണ് ഇപ്പോൾ ഈ 2024 ഇപ്പൊ ഇവിടെ വന്ന് കഞ്ഞി വെക്കേണ്ടി വന്നത്. ആ സ്ഥിതി ഒപ്പിച്ചത് നമ്മുടെ ഈ പഞ്ചായത്തിൽ. അപ്പൊ അത് നാളിൽ അത് നടത്താതിരിക്കാനും നാണക്കേട് ഉണ്ടാക്കാതിരിക്കാനും നമ്മളെന്തുവാ വൈദ്യുതി, ജലം, ഇതൊക്കെയാണ് നമ്മുടെ പുരോഗതി. അതില്ലാതെ വരുമ്പോൾ നമ്മളിവിടെ എപ്പോഴും താഴ്ന്നു കിടക്കും ഈ 3-ാം വാർഡ്. പിന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് കൊണ്ട് എന്ത് ഉപയോഗമുള്ളത്? നമ്മുടെ ഈ ടൗൺ വാർഡ് മുന്നോട്ടാക്കിയിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള വാർഡിലൊക്കെ മുന്നോട്ടാക്കുന്നത്. ആദ്യം നമ്മുടെ വാർഡ് മുന്നോട്ടാക്കും. കുടിവെള്ളം, കക്കൂസ്, നമുക്ക് ജലം, പിന്നെ നമുക്ക് വീട്, നമുക്ക് വസ്തു. അങ്ങോട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭ്രമണ വസ്തു ഇല്ലാത്ത ആൾക്കാരെ ഏറിയ മൊത്തം റെയിൽവേ പുറപ്പൊക്കെ എന്തെങ്കിലും ഒരു കക്കൂസോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ട് ഓടി വന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് റെയിൽവേ സ്ഥലം. അവർ ഓടി വന്ന ഉദ്യോഗസ്ഥന്മാരോട് കക്കൂസ് കുടിച്ചേക്കത്തില്ല. കാരണം നിലവിൽ ഞങ്ങൾക്ക് റെയിൽവേ, ഹൈവേ റെയിൽവേ. അപ്പൊ ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്കൊരു പുനരധിവാസം ഞങ്ങൾക്ക് ആഗ്രഹിക്കുകയോ. അപ്പൊ അത് ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നടത്തി തരണം. അപ്പൊ ഇവിടം വരെ ഈ വ്യക്തിയെങ്കിൽ പഞ്ചായത്തിന്റെ കുറവ് മാത്രം നാളിൽ അത് ഉണ്ടാവരുത്. അതാണ് റിപ്പോർട്ടർക്ക് എല്ലാവർക്കും അറിയാം. ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അറിയാം. ശൈലജ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എടമണിലെ ശൈലജ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വന്നതാ. അത് അന്നൊരു ചൂടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ. പക്ഷെ ആ ചൂട് അതോടെ അവസാനിച്ചു. റെയിൽവേ സ്റ്റേഷൻ, MSL, കഴുതുരുട്ടി, വാലുപറമ്പ് എന്നിവിടങ്ങളിലെ ആളുകൾ വേനൽ കടുത്തതോടുകൂടി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാണ്. തെന്മല ഡിപ്പോയ്ക്ക് സമീപം കിഴക്കേ അറ്റത്തും പടിഞ്ഞാറേ അറ്റത്തും 2 കിണർ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഈ കിണറുകൾ വൃത്തിയാക്കി മോട്ടോർ വെച്ച് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും ഡിപ്പോ ഭാഗത്തും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ടൗൺ വാർഡായ 3-ാം വാർഡിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് 50 വർഷത്തോളം, ഞാൻ മെമ്പറാവുന്നതിന് മുമ്പ് തന്നെ 50 വർഷത്തോളം കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത ഒരു വാർഡാണ് തെന്മല ടൗൺ വാർഡ്. എല്ലാ വരൾച്ച എത്തുമ്പോഴും ജനങ്ങൾ കുടിവെള്ളമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. പ്രധാനമായിട്ടും തെന്മലയിൽ നിന്ന് MSL വരെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് കഴുതുട്ടി, വാലുപറമ്പ് ഭാഗങ്ങളിലോട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനോ മറ്റു പദ്ധതികളോ ഒന്നും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യവും പഞ്ചായത്തിന് വേണ്ടി കിട്ടുന്നുമില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ ഈ കടുത്ത വരൾച്ചയിൽ അത്യാവശ്യം കുടിവെള്ളം കിട്ടാനായിട്ടുള്ള മാർഗങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് കൂടെ മനസ്സിലാക്കി അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്, തെന്മലയിൽ ഡിപ്പോയിൽ കിഴക്കേ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തായിട്ട് 2 കിണറുകളുണ്ട്. ആ കിണറുകൾ വൃത്തിയാക്കി അത് മോട്ടോർ വെച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും ഡിപ്പോ ഭാഗത്തും കുടിവെള്ളം ആ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള കുടിവെള്ളം അവിടുന്ന് കിട്ടാൻ വെള്ള സ്രോതസ്സുണ്ട്. കൂടാതെ MSLലും കഴുതുട്ടി ഭാഗത്തും ആറ്റിൽ കല്ലടയാറിൻ്റെ തീരത്ത് ഒരു കുളം കുഴിച്ച് അതിൽ മോട്ടോർ വെച്ച് ഇവർക്ക് കുടിവെള്ളം എത്തിച്ച് ഇപ്പോഴത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ലഘുവായ ഒരു ചെലവ് കുറവുമാണ്, എന്നാൽ ശാശ്വത പരിഹാരമാണ്. ഇത്തരത്തിലൊരു പദ്ധതി മാത്രമേ ഇവരുടെ ഈ മേഖലയിലെ കുടിവെള്ളത്തിന് ഒരു പരിഹാരമാകൂ. അപ്പോൾ അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരം ഒരു നിവേദനം ഇന്ന് സെക്രട്ടറി വശം കൊടുത്തിട്ടുമുണ്ട്. പ്രസിഡന്റ് അതിനുള്ള നടപടി എടുക്കാമെന്ന് ഉച്ചയ്ക്ക് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ആവശ്യമായി രാവിലെ നമ്മുടെ ഈ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന പ്രായമായ അമ്മമാരെല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ കുടിവെള്ളം കിട്ടാത്തതിൽ കുടിവെള്ളം ലഭ്യമാകുന്നതിൻ്റെ അസ്വസ്ഥത അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ വെള്ളമെടുത്ത് കഞ്ഞി വെച്ചൊരു പ്രതിഷേധവും നടത്തി നിവേദനം നൽകിയിട്ടുണ്ട്. കൂടാതെ MSLലും കഴുതുരുട്ടി ഭാഗത്തുമുള്ള ആളുകൾക്ക് കല്ലടയാറിൻ്റെ തീരത്തായി കുളം കുഴിച്ച് അതിൽ നിന്നും വേനൽ കടുത്ത ഈ സാഹചര്യത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന നിലയിൽ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മെയിൻ റോഡിൽ നിന്നും വാലുപറമ്പ് ഭാഗത്ത് കുടിവെള്ളം എത്തിക്കാൻ 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഉൾവനത്തിൽ നിന്നുള്ള ഉറവകളിൽ നിന്നാണ് ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും വെള്ളം ശേഖരിച്ചിരുന്നത്.
എന്നാൽ വേനൽ കടുത്തതോടെ ഉറവ പറ്റിയ ഈ സാഹചര്യത്തിൽ ആളുകൾ കുടിവെള്ളം ലഭ്യമാകാതെ നെട്ടോട്ടമോടുകയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം നിരവധി പേരാണ് ഈ സ്ഥലങ്ങളിൽ താമസിച്ചു വരുന്നത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ കഞ്ഞിവെപ്പ് സമരം നടത്തിയത്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 6